ഞാൻ KPCC ആണ് DCC ആണെന്ന് പറഞ്ഞ് വിയർക്കാതെ വീട്ടിലിരുന്നുണ്ടല്ലോ എന്നേക്കുമായിട്ട് വീട്ടിലിരിക്കാം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 5 MLA-മാരെ കിട്ടിയില്ലെങ്കിലേ ഒരുത്തനും സുഖിക്കൂല. എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളൂ, കൊയിലാണ്ടി ജയിക്കണം. കൊയിലാണ്ടിൽ നല്ല പെടപെടത്ത ചെറുപ്പക്കാർ വന്ന് മത്സരിക്കും. അടിപൊളിയായിട്ട് കൈപ്പത്തിയിൽ വോട്ട് കൊടുത്ത് കൊയിലാണ്ടി തിരിച്ചു പിടിക്കണം. MP പദവിക്ക് ശേഷം കൊയിലാണ്ടി തിരിച്ചു പിടിക്കണം. ഞാനിന്ന് DCC ഓഫീസിൽ പോയപ്പോ എന്തൊരു മനോഹരമായ കെട്ടിടങ്ങൾ. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോ മഹാത്മാഗാന്ധിയും പട്ടേലും നെഹ്റുവും ആസാദും ഗാന്ധിയും ശ്രീമതി ഗാന്ധിയും രാജീവും നെഹ്റുവും എല്ലാം കൂടി ഇങ്ങനെ ചേർന്നിരിക്കുന്ന മനോഹരമായ സൗധം എത്ര കാഴ്ചപ്പാടോടുകൂടി കെട്ടിവെച്ചിരിക്കുകയാണ്. എത്ര പേരുടെ അധ്വാനം. ഞാൻ ശ്രീ പ്രവീൺ കുമാറിനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ നമിച്ചിട്ടാണ് വന്നത്. ഇന്നലകളിൽ ഷാഫി പറമ്പിന്റെ വിഷയം വന്നപ്പോ ഓടിക്കളയാതെ ആ സർവ്വസൈന്യാധികനെ പോലെ നേർക്കുനേർ മുമ്പ് നിന്ന് പോരാട്ടം ഏറ്റെടുത്ത നമ്മുടെ DCC-യുടെ നായകൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നാഥനുണ്ട്, നമുക്ക് പാർട്ടിക്ക് ഒരു നാഥനുണ്ട്. നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പണ്ട് കാലത്ത് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഗ്രൂപ്പിസം ഒന്നുമില്ല. പണ്ട് കാലത്ത് ഗോത്ര സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ചേർന്ന് നിൽക്കണം. എങ്ങനെ ഇപ്പൊ നമുക്ക് തോപ്പിക്കണം. ഞാൻ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, 100-ൽ കൂടുതൽ സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. 23 സീറ്റുകളിലേക്ക് CPM കേരളത്തിൽ തൂത്തെറിയപ്പെടുകയാണ് ചെയ്യാൻ പോവുക. കേവലം 23. ധാരാ പറഞ്ഞതറിയോ? BRM ഷബീർ പറയാൻ എഴുതി വെച്ചോ, 23ലേക്ക് വരും. സകല കോട്ടയും പൊളിയും. പേരാമ്പ്രം അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഈ പ്രാവശ്യം പേരാമ്പ്രം അറിയും. ഷബീറെ, നീ മേപ്പയുടെ ഒന്ന് കുത്തിയിരിക്കല്ലേ? പേരാമ്പ്രം വീഴും, അതാണ് ട്രെൻഡ്. നാദാപുരം അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നാദാപുരം അറിയുമെന്ന് പറഞ്ഞാല് നാദാപുരത്ത് ഏറ്റവും നല്ല കരുത്തൻ വരും. അടിച്ചു തകർത്തുകൊണ്ട് കയറി വരും. മാർക്സിസ്റ്റ് മലകൾ ഇടിഞ്ഞു വീഴും. നാദാപുരം പിടിക്കും, സൗത്ത് തിരിച്ചു പിടിക്കും, നോർത്ത് പിടിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഏതുണ്ട്? കുറ്റ്യാടിയൊക്കെ എന്നെ പിടിച്ചു കഴിഞ്ഞു. എല്ലാം പിടിക്കും, കുന്നമംഗലം പിടിക്കും, അങ്ങനെ എല്ലാം പിടിക്കും. എലത്തൂര് പോലും ആ കിളവനെ നമ്മൾ ഇപ്പൊ തറപ്പറ്റും. കിളവനെന്ന് പറഞ്ഞ അൺപാർലമെന്ററി എന്നാ വയസ്സെന്ന് നോക്കാം. എന്തേ ചിരിക്കണം? അങ്ങനെയൊക്കെ പറ്റൂ. ഞാനൊരു കാര്യം എടുത്ത് പറയാം. അതുകൊണ്ടാണ് ചേർന്ന് നിൽക്കേണ്ടത്. ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് ആളുകൾ വരുമ്പോൾ പോടെ എന്ന് പറഞ്ഞേക്കണം. ഞാൻ എപ്പോഴും പറയും, BRM ഷബീർ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട് രാത്രി ഇരിക്കണമെങ്കിൽ ഞാൻ അങ്ങ് വിചാരിച്ചു കളയല്ലേ, ഞാനൊരു സംഭവം തന്നെ, എന്റെ പിന്നിൽ ജനക്കൂട്ടമാണ്, വല്ലാത്തൊരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ സീറോ. എന്താണ് ഞാൻ സീറോ? BRM ഷബീർ അഡ്രസ് ഉണ്ടാവണമെങ്കിൽ ഈ 3 വർണ്ണ കൊടിയുടെ താഴെ നിൽക്കുമ്പോഴുള്ള അഡ്രസ്സേ BRM-നുള്ളൂ. ഈ അഡ്രസ് ഇല്ലാത്ത BRM ഷബീർ വട്ടപൂജ്യ, രാമേന്ദ്ര മാഷ് വട്ടപൂജ്യ, വിനോദൻ